ഹലോ ഹായ്, ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആണ് കേട്ടോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാനൊരു റീൽസ് എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് എന്താ പറയുക മേക്കപ്പും കാര്യങ്ങളൊക്കെ ഇടാമെന്ന് കരുതാണ്. റൂമൊക്കെ ആകെ അലങ്കോലമായിട്ട് കിടക്കുകയാണ്. അതങ്ങനെ തന്നെയാണ്. ഇത് ഡ്രസ്സ് ഇടണം എന്നുള്ള പരീക്ഷണങ്ങൾ നടത്തി ഫുള്ള് ബെഡിൽ കൊണ്ടുപോയിട്ട് സാരിയും ഡ്രസ്സും എല്ലാം കൊണ്ട് വലിച്ചിട്ടുണ്ട്. അതൊന്നും ഞാൻ തൽക്കാലം കാണിക്കുന്നില്ല. ഇപ്പോൾ ഞാൻ ഫേസിലൊന്നും ഇട്ടിട്ടില്ല കേട്ടോ, ജസ്റ്റ് ഫേസ് വാഷ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഫസ്റ്റ് സിറം യൂസ് ചെയ്യാം. ഇത് വന്നിട്ട് പിൽഗ്രിമിൻ്റെ നിയാസിനാമൈഡ് സിറമാണ്. ഇത് എനിക്കിത് ആക്ച്വലി നല്ല രീതിക്ക് എന്താ പറയുക ഭയങ്കര ഇഷ്ടപ്പെട്ടു സംഭവം. കാരണം എനിക്ക് ഇങ്ങനെ ഈ പോസിൻ്റെ ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കുറേ കുറവുണ്ട്. ഫേസിലിട്ടിട്ട് പാടുകൾ അതൊക്കെ കുറച്ചിങ്ങനെ ഫെയ്ഡായി പോകുന്നുണ്ട്. ഇത് എനിക്ക് എഫക്റ്റീവ് ആണെന്ന് വെച്ചിട്ട് എല്ലാവർക്കും എഫക്റ്റീവ് ആയിക്കൊള്ളുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് മാത്രം യൂസ് ചെയ്യാം കേട്ടോ. മോയ്സ്ചറൈസറാണ്. മോയ്സ്ചറൈസർ ഞാൻ യൂസ് ചെയ്തതിൽ സെറ്റാഫിലിൻ്റെ ഇത് തന്നെയാണ് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാറ്. എനിക്ക് ഭയങ്കര ആക്നിയിൽ നിന്നൊക്കെ കുറച്ച് മോചനം നൽകിയിട്ടുണ്ട് ഈ സാധനം എനിക്ക്. നെക്സ്റ്റ് വന്നിട്ട് ഒരു ലിപ് ടിൻ്റ് ആണ് കേട്ടോ. ഇത് ബനൂറ ഓർഗാനിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്. ഇവരുടെ എന്താ പറയുക ക്രീമൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ഓരോ ഏജിനനുസരിച്ചുള്ള സംഭവങ്ങളൊക്കെയാണ്. നല്ല അത്യാവശ്യം നല്ല സാധനമാണ് കേട്ടോ. അത്യാവശ്യം നല്ല വിലയുണ്ട്. പിന്നെ പക്ഷേ വില കൊടുക്കുന്നതിന് ഒരു പൈസയ്ക്ക് വർത്താണ് ആക്ച്വലി. നെക്സ്റ്റ് വന്നിട്ട് സൺസ്ക്രീനാണ്. ഇത് ഫോക്സ്റ്റെയിലിൻ്റെ ആണ് കേട്ടോ സൺസ്ക്രീൻ. അകത്തിരിക്കുമ്പോഴും ഈ പറയുന്ന സൺസ്ക്രീൻ ഇടണം എന്നാണ് പൊതുവേ ഉള്ളൊരു സ്കിൻ ഡോക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ ചെല്ലുമ്പോൾ അവർ പറയാറുള്ളത്, വീട്ടിലിരിക്കുമ്പോഴും. നെക്സ്റ്റ് വന്നിട്ട് ഫൗണ്ടേഷനാണ്. ഫൗണ്ടേഷൻ മാക്കിൻ്റെ സ്റ്റുഡിയോ 6 ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ SPF 15 ഉള്ള സംഭവമാണ്. ഇത് എന്താ പറയുക NC17 ആണ് കേട്ടോ ഈ ഷെയ്ഡ് വന്നിട്ട്. ഞാൻ NC15 NC17 ഒക്കെയാണ് യൂസ് ചെയ്യാറുള്ളത്. എൻ്റെ ഒരു സ്കിൻ ടോണിന് അത്യാവശ്യം മാച്ച് കുറച്ചിട്ടാൽ മതി കേട്ടോ, ഒരുപാട് വലിച്ചു വാരി ഇടേണ്ട ആവശ്യമില്ല. ഞാനിത് കൈ വെച്ചിട്ട് തന്നെയാണല്ലോ. എനിക്കിത് കൈ വെച്ചിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു തൃപ്തി ഇല്ല ആക്ച്വലി. ജസ്റ്റ് വന്നിട്ട് ഐബ്രോസ് ഒന്ന് ജസ്റ്റ് വരച്ചു കൊടുക്കാം. എന്താ പറയുക റെനയുടെ കാജലാണ് കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് ഇതൊക്കെ കുറേ യൂസ് ചെയ്താണ് കേട്ടോ അതൊന്നും ഇങ്ങനെ ഇരിക്കുന്നത്. ഇതാണ് ബാഗിലിട്ട് കൊണ്ടപ്പോൾ അടച്ചു വയ്ക്കാൻ മറന്നുപോയി. അടച്ചു വയ്ക്കാൻ മറന്നതല്ല, ലൂസായിരുന്നു ഉണക്ക്. മൊത്തം ബാഗിലും സാധനത്തിലും മൊത്തമായിട്ട് അതാണ് കേട്ടോ ഇങ്ങനെ ഇരിക്കുന്നത്. മുറുക്കി അടച്ചിട്ട് കൊണ്ട് എനിക്ക് ഫോണിൽ നോക്കിയിട്ട് കണ്ണെഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ മിററിൽ നോക്കി എഴുതട്ടെ. വരച്ചിട്ടുണ്ട്. എനിക്കിങ്ങനെ ഭയങ്കര വാലൊക്കെ ഇട്ട് കുറച്ച് തിക്കിലൊക്കെ എഴുതിയാൽ ഈ സാരി കൊടുക്കുമ്പോൾ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളൂ കേട്ടോ. ഇത് വന്നിട്ട് ലാക്മേയുടെ പെർഫെക്റ്റ് ഡെഫിനിഷൻ ലിപ് ലൈനറാണ് കേട്ടോ. ലിപ്സ്റ്റിക്ക് വന്നിട്ട് ഷുഗറിൻ്റെ ആണ് കേട്ടോ. അത് ഷെയ്ഡ് വന്നിട്ട് 03 എന്ന് പറഞ്ഞ റെസ്റ്റ് ഹൗ എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. കുറച്ച് ഭയങ്കര കുറച്ച് ഡാർക്ക് കൂടുതലാണ്. വീഡിയോയിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഭയങ്കര ഇതൊന്നും നമുക്ക് ലൈറ്റ് ആക്കാം കേട്ടോ. ലൈറ്റായിട്ടുള്ള എന്നിട്ട് മുടി ഒന്ന് സെറ്റാക്കാനുണ്ട് കേട്ടോ. മുടി ഞാൻ ഇന്നലെ ജസ്റ്റ് ഒന്ന് കേൾ ചെയ്തിട്ടുണ്ടായിരുന്നു, അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ജസ്റ്റ് ഒന്നും കൂടെ ഒരു കേൾസ് ആക്കിയിട്ട് കൊടുക്കാം കേട്ടോ. ഒരു മിനിറ്റ് സെക്ഷനാക്കി എടുത്ത് ജസ്റ്റ് ഭയങ്കര കേളിയല്ല, അത് ഒരു വേവി ടൈപ്പ് കിടക്കുന്ന സാധനമാണ് കേട്ടോ. ഭയങ്കര ഇതിനേക്കാളും വണ്ണം കുറഞ്ഞ സാധനം ഉണ്ടെങ്കിൽ നല്ല രീതിക്ക് കേളി ആയിട്ടിരിക്കാൻ അതുണ്ട്.
പിന്നെ ഇതൊരു കുളി വിളിച്ചാൽ അത് മൊത്തം പോകും കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും സ്ട്രെയിറ്റും കേളും എല്ലാം ചെയ്യണം. സെറ്റിംഗ് സ്പ്രേ നല്ല രീതിയിൽ സെറ്റിംഗ് സ്പ്രേ അടിക്കണം കേട്ടോ. കുറച്ചൊന്നും അടിച്ചാൽ ഫോറെ അടിച്ചിട്ടില്ല, കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ലൈറ്റിൻ്റെ ഇതിലിങ്ങനെ ഇളകിയിടാൻ. ഈ ബ്ലൗസും ഈ സാരിയാണ് കേട്ടോ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇതൊരു ഫുൾ സ്ലീവ് ആയിട്ടുള്ള ബ്ലൗസാണ് കേട്ടോ. ഞാൻ ഫുൾ സ്ലീവ് വളരെ റെയറായിട്ട് യൂസ് ചെയ്യാറുള്ളൂ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഇതാണ് ഇന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കമ്മൽ വന്നിട്ട് ഇത് ഇടണോ അതോ ഇതിടണോ? സാരി കൊടുത്തിട്ട് നോക്കിയിട്ട് ഏതാ ഭംഗിച്ചാൽ ഡിസൈഡ് ചെയ്യണം. ഈ ബ്ലൗസ് വന്നിട്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ നെക്കൊക്കെ വരുന്നത് കേട്ടോ. നെക്ക് പിന്നെ ഫുൾ സ്ലീവ് ആയിട്ടുള്ള സാധനമാണ്. കമ്മൽ കൊള്ളാല. ഇത് ഇവിടെ ടെമു എന്ന് പറഞ്ഞിട്ടൊരു ആമസോൺ പോലത്തെ സംഭവമുണ്ട്, അതൊന്ന് വാങ്ങിയതാണ്. സാരി വന്നിട്ട് ഇതാണ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു സാരി. ഇതും ഓൺലൈൻ മേടിച്ചാൽ കേട്ടോ.